ഇപ്പോൾ ആ ദൃക്സാക്ഷിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ടെത്തിയ മഞ്ഞ സ്കൂട്ടറിൽ രണ്ടുപേർ കൊണ്ടുപോയതായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പ്രതികരണത്തിലേക്ക് കുഞ്ഞു മുമ്പിലായിരുന്നു, എന്താ വണ്ടി ഏതായിരുന്നു? സ്കൂട്ടർ ഈ മഞ്ഞയാണല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, ആ സംശയത്തിലല്ലേ പോലീസിനെ വിളിച്ചത്? അല്ലല്ല, ഞാൻ ബൈക്കിന് നടുക്കൊരു കൊച്ചിനെ ഇരിക്കുന്ന കണ്ടിട്ടാണ് വിളിച്ചത്. ഒരാളാണ് സ്കൂട്ടർ, ഒരാളും കുഞ്ഞും. എത്ര മണിക്ക് ഇത് കണ്ടത്? 12. വീണ്ടും വി വിനോദിലേക്ക്. വിനോദ്, ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് വന്നത്. കൃത്യമായ രാത്രിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയതായി കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ പോലീസിന്റെ ഇപ്പോൾ അന്വേഷണത്തില് കൂടുതൽ ആളുകളുടെ ഈ കുഞ്ഞിനെ കണ്ടതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുഞ്ഞുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ, 3 അടി ഉയരമുണ്ട്, കുഞ്ഞ് ധരിച്ച വസ്ത്രം ഇതാണ് തുടങ്ങിയ കൃത്യമായ വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസ് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഒരു ബന്ധപ്പെടാനുള്ള നമ്പറുകളടക്കം സാധാരണ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ജില്ല വിട്ടതായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ടോം, ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോം, നേരത്തെ എറണാകുളത്തെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിന് ശേഷം കണ്ടതാണ് അബിഗേൽ സാറെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം. പക്ഷെ ആ തട്ടിക്കൊണ്ടുപോകൽ കഴിഞ്ഞ ഉടൻ തന്നെ പണം ആവശ്യപ്പെട്ടുള്ള ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഒരു ഹിന്റ് ലഭിക്കുന്നു. തട്ടിക്കൊണ്ടുപോകലാണ്, പണം ആവശ്യപ്പെടലാണ്. പക്ഷെ ഇവിടെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഡാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം അത് എങ്ങനെയായിരുന്നു? ഇതുവരെയുള്ള കാര്യങ്ങൾ ഡാൻ എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിൽ പോലീസ് പ്രധാനമായി നേരിടുന്ന 2 വെല്ലുവിളികളാണ്. അതിലൊന്ന്, ഈ കുഞ്ഞ് നൽകിയ, അല്ലെങ്കിൽ ഈ മേരിയുടെ സഹോദരൻ നൽകിയ ഒരു മൊഴി മാത്രമാണ് ഈ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ പോലീസിനുണ്ടത്. മറ്റ് മാതാപിതാക്കളോ ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങളോ ആരും ഈ കാര്യം കണ്ടിട്ടില്ല. ഈ സഹോദരൻ പറഞ്ഞ കാര്യം അത് മാത്രമാണ് ഈ മൂത്ത സഹോദരനും അറിയാമെന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയെ പിന്തുടർന്നുകൊണ്ടാണ് നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബ്രഹ്മോസിന് സമീപത്ത് 2 വശത്തും ഉള്ള CCTV ദൃശ്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചു. പക്ഷേ ആ പരിശോധനകളിൽ ഒന്നും ഈ മഞ്ഞ സ്കൂട്ടറിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരും ഇവിടേക്ക് എത്തുന്നതോ ഇവിടെ നിന്ന് മടങ്ങുന്നതോ ആയ ദൃശ്യങ്ങൾ ദൌർഭാഗ്യവശാൽ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഈഞ്ചക്കലിന്റെ സമീപം നമ്മൾ അല്പസമയം മുമ്പ് പ്രതികരണം കണ്ട ആ വ്യക്തി ഇത്തരത്തിൽ ഇന്നലെ രാത്രി 12:28 ഈഞ്ചക്കലിന്റെ സമീപത്തുകൂടി ഒരു സ്കൂട്ടർ വേഗത്തിൽ പാഞ്ഞു പോകുന്നു. അതിന്റെ 2 പേർ ഇരിക്കുന്നു. അതിന്റെ നടുവിൽ ഈ കുഞ്ഞുമായി പോകുന്ന ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ കണ്ടുവെന്ന് പറയുന്നത്. അതേ തുടർന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓഫീസിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പേട്ട SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായി ഏറെ നേരം ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഈ അന്വേഷണത്തിന് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒന്നും ആ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ശേഷിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, ഈ പോലീസ് നായ മണം പിടിച്ച് നമുക്ക് പിന്നിൽ കാണുന്ന വഴിയിലൂടെ റെയിൽവേ ട്രാക്കിന്റെ സമീപത്തേക്ക് പോകുന്ന ഒരു കാഴ്ച രാവിലെ നമ്മൾ കണ്ടിരുന്നു. ഈ പോലീസ് നായ അങ്ങനെ മണം പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കാകാം? ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ മൊഴി നൽകിയതിന് പ്രകാരമാണെങ്കിൽ ഈ സ്കൂട്ടർ പോയത് മുൻവശത്തു കൂടിയാണ്. പക്ഷേ പോലീസ് നായ മറുവശത്തു കൂടിയാണ് എത്തുന്നതും. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ടെന്റുകളുണ്ട്. അവർ കൂട്ടമായി നമ്മുടെ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അതായത് ഈ 2 വശത്തും നഗര ഹൃദയത്തിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഓൾ സയൻസ് കോളേജിനോട് ചേർന്നുള്ള വശങ്ങൾ, അതോടൊപ്പം നമുക്ക് നേരെ മറുവശത്തുള്ള രാജ്യാന്തര വിമാനത്താവളത്തിന്റെ തൊട്ട് മുൻപിലുള്ള വശങ്ങൾ, അവിടെ വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. അതിനകത്തിറങ്ങി ഏറെ നേരം പോലീസ് സംഘം വ്യാപകമായ പരിശോധന നടത്തിയിട്ടും ഈ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്നതൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ചതുപ്പും കണ്ടൽക്കാട്, തീർച്ചയായിട്ടും അവിടെ ചതുപ്പെന്ന് മാത്രമല്ല, ഈ മണ്ണ് വലിയ തോതിൽ ഇവിടെ നിന്ന് എടുത്ത് കൂട്ടിയിടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ വെള്ളം, അതായത് ഈ നമ്മൾ ചെറിയ കുളങ്ങൾ നികത്തിയാൽ എങ്ങനെ ഇരിക്കും, അതിന് സമാനമായ ഏറെ സ്ഥലങ്ങൾ അവിടെയുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഏറെ മണിക്കൂറുകൾ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ലീഡ് ചെയ്യുന്ന സൂചനകളൊന്നും അവർക്ക് ലഭിച്ചില്ല. നിലവിൽ പുരോഗമിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത ഉണ്ടായത് മുതൽ മാധ്യമങ്ങളുടെ വലിയ ശ്രദ്ധ ഇവിടേക്ക് വരുന്ന ആളുകൾ ഓടിക്കൂടുന്ന സാഹചര്യം,
അപ്പോൾ ഇവിടെ ഈ കുഞ്ഞിന്റെ ഒപ്പമുണ്ടായിരുന്ന ആ നാടോടി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ അടക്കം വിശദമായ പരിശോധനകൾക്ക് വേണ്ടി ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട പുലർച്ചെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിനോദ് നേരത്തെ സൂചിപ്പിച്ച പോലെ അബിഗേൽ സാറ റെജിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യവുമായി നമുക്കിതിനെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാനാവില്ല, അതിന്റെ അന്വേഷണത്തിലടക്കം. കാരണം അവിടെ കൃത്യമായി ഈ കുടുംബത്തോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇവിടെ പോലീസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. പുലർച്ചെ 2:30 പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നത്. പുലർച്ചെ ഈ സംഭവം ഉണ്ടായതു മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഊർജിതമായ ശ്രമം നടക്കുന്നു. മാധ്യമങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഇവിടെ പുലർച്ചെ മുതൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ അവിടെ ഒരു പ്രശ്നം പോലീസ് പറയുന്നത് ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പരാതി ലഭിക്കണം, അല്ലെങ്കിൽ പോലീസ് കൂടുതൽ പ്രതിസന്ധിയിലാകും. കാരണം അതിന്റെ ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ സമയവും അത് ഏറ്റവും അതിന്റെ അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരു കാലതാമസം വരുന്നു. അതിനുശേഷമാണ് ഇവർ ചെല്ലുന്നത്. അത് പോലീസിനെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അല്ല, അവിടെ നമ്മളത് പറയുമ്പോൾ ഇവർ ആരും മലയാളികളല്ല, അതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം മലയാളികളായിട്ടുള്ളവർക്ക് ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടുമ്പോൾ സ്വാഭാവികമായി അവിടെ പോലീസിന്റെ സഹായം തേടാൻ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെ വിവരം അറിയിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട്. ഇവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് അവരുടെ ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നവരാണ്. ഇതിനു മുമ്പ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വർഷത്തിൽ 2 തവണ എത്തുന്ന പതിവ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ കൃത്യമായി ഇത്തരത്തിൽ പോലീസിനെ ഉടനടി വിവരം അറിയിക്കുക, കുട്ടിയെ കണ്ടെത്തുക എന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് പ്രധാന തടസ്സമായി പറയുന്നത് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നവർ മദ്യപിച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ എന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഹാങ് ഓവർ അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ കുഞ്ഞിനെ കാണാതെ പോയി അതിനെ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുന്ന ഒരു നോർമൽ അവസ്ഥയിലേക്ക് അവർ എത്താൻ തന്നെ ഒരു പക്ഷേ കുറച്ചധികം സമയമെടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് ഇത് മാധ്യമങ്ങളുടെ വലിയ തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന വാർത്തയായി മാറിയതിന് പിന്നാലെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടേക്ക് എത്തുകയും അന്വേഷണം ഊർജിതമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുപോലെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം അത് ഒരു പ്രധാന പ്രശ്നമായി പോലീസ് പറയുന്നത്. കാരണം ചോക്ലേറ്റ് കൊടുത്തു കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് മൂത്ത കുട്ടി പറയുമ്പോൾ അത് വീണ്ടും ചോദിക്കുമ്പോൾ അനുജൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞതെന്ന് ഈ മൂത്ത സഹോദരൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വന്ന വണ്ടി മഞ്ഞ വണ്ടി കണ്ടുവെന്ന് ഈ സഹോദരൻ പറയുമ്പോൾ മാതാപിതാക്കൾ അത് കണ്ടിട്ടില്ല, കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി ഈ സമയത്തിൽ പറയുന്ന വ്യത്യാസം, അങ്ങനെ മൊഴികളിലെ വൈരുദ്ധ്യം അതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അതായത് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ പരിശോധനകൾ നടത്തുന്നതിനിടെ രാവിലെ നമ്മളോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിൽ ഉൾപ്പെട്ടവരെ ഈ സഹോദരൻ കണ്ടിരുന്നു. ആ സഹോദരനെയും മുട്ടായി കാണിച്ച് അവർ പ്രലോഭിപ്പിച്ച് ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവൻ അതിന് വിസമ്മതിക്കുന്നു. ഉടൻ തന്നെ മാതാപിതാക്കളെ ഒപ്പം ഉറങ്ങിയിരുന്ന മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങളും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സഹോദരൻ നൽകിയ മൊഴിയാണ്. ആ മൊഴി മാത്രമാണ് ഈ സ്കൂട്ടറിനെ സംബന്ധിച്ചും സ്കൂട്ടറിൽ എത്തിയവരെ സംബന്ധിച്ചുമൊക്കെ പോലീസിന് ആകെ കിട്ടിയിരിക്കുന്ന ഒരു തുമ്പ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ അത് പല സ്ഥലങ്ങളിൽ പരിശോധനകൾക്ക് വിധേയമാക്കിയെങ്കിലും ഒരു തരത്തിലും ഇതിനോടകം ഈ മണിക്കൂർ വരെ ഈ 14 മണിക്കൂറാകുന്നു. പക്ഷേ ഈ മണിക്കൂറിലും അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടറോ അതിൽ സഞ്ചരിച്ചവരെയോ സംബന്ധിച്ച ഒരു തുമ്പും